ജ്യോതി മൽഹോത്രയുടെ മലയാളി ബന്ധങ്ങൾ സംശയാസ്പദം തന്നെയാണ്. കർശനമായ പൂർവ്വകാല ബന്ധപരിശോധന ആവശ്യവുമാണ്. ആകെ കൂട്ടിക്കിഴിച്ച് പരിശോധിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയും സംഘവും വർഷങ്ങളായി വലിയൊരു നെറ്റ്വർക്ക് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങളിൽ ചില മലയാളികളും ജ്യോതിയുടെ വേണ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട്. അവരടങ്ങുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ളവരാണ് ടൂറിസം വകുപ്പിന്റെ അതിഥിയായി ജ്യോതി മൽഹോത്ര ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കാരണമായത് എന്നുമാണ് ബോധ്യമാകുന്നത്. ജ്യോതി മൽഹോത്രയുടെ പേര് ടൂറിസം വകുപ്പിന് നൽകിയത് എംപാനൽ കമ്പനിയാണെന്നും റിക്രൂട്ടിംഗിൽ തനിക്കോ ടൂറിസം വകുപ്പിനോ യാതൊരു റോളുമില്ല എന്നുമാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ഈ വാദഗതി വിശ്വസനീയമാണെങ്കിൽ പ്രസ്തുത എംപാനൽ കമ്പനിയുടെ വിശദാംശങ്ങൾ, നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ പുറത്തുവിടാൻ ടൂറിസം വകുപ്പും തയ്യാറാകണം. തയ്യാറാകത്തിന് കാരണം അതിൽ എന്തോ ഒളിച്ചു വെക്കാൻ ഉള്ളതുകൊണ്ടും അത് വെളിപ്പെടുത്തിയാൽ കൂടുതൽ കുഴപ്പത്തിലാകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടുമാണ്. ഇപ്പോൾ വി മുരളീധരന്റെ പേരുമായി ബന്ധപ്പെടുത്തി വിവാദത്തിൽ കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന മഹാമഹത്തിൽ ജ്യോതി മൽഹോത്രയ്ക്ക് പാസ് ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതും ഒരുപക്ഷെ ഇതേ നെറ്റ്വർക്കിന്റെ ഇടപെടലാകാം. സാഹചര്യങ്ങളും ബന്ധങ്ങളും സംഭവങ്ങളും ചികഞ്ഞു പരിശോധിക്കുമ്പോൾ DRDO ശാസ്ത്രജ്ഞന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി അതിസുരക്ഷാ മേഖലയിൽ സ്വൈരവിഹാരം നടത്തിയത് സംബന്ധിച്ച കേസിലും കാപ്പന്റെ കേസിലും ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലും തുടങ്ങി ഒട്ടനവധി സംഭവങ്ങളിൽ മാധ്യമപ്രവർത്തകർ അടക്കമുണ്ടെന്ന് സംശയിക്കാവുന്ന ഇതേ നെറ്റ്വർക്ക് തന്നെയാണ് സഹായസ്ഥമായി പ്രവർത്തിച്ചത് എന്നാണ് ഊഹിക്കാൻ കഴിയുന്നത്. എല്ലാത്തിനുമുള്ളിൽ പൊതുവായി ചില ഘടകങ്ങളെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മുഹമ്മദ് റിയാസിന് കവചം തീർത്തുകൊണ്ടുള്ള VD സതീശന്റെ നിലപാട് പ്രഖ്യാപനം ബോധ്യപ്പെടുത്തുന്നത് ജ്യോതി മൽഹോത്രയും അവരുടെ നെറ്റ്വർക്കും ചെറുതല്ല എന്നും അവർ അബദ്ധത്തിൽ വഴിതെറ്റി കേരളത്തിൽ വന്നതല്ല എന്നുമാണ്. ഉദ്ദേശം 1.5 മാസം മുമ്പാണ് 47 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള തെലുങ്ക് വ്ലോഗർ ഭയ്യ സണ്ണി ജ്യോതി മൽഹോത്രയെ പോലെ തന്നെ അറസ്റ്റിലാകുന്നത്. അയാളുടെ ബന്ധങ്ങളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇനി അയാളും കേരള ടൂറിസം വകുപ്പിന്റെ അതിഥി ആയിരുന്നോ എന്നത് പരിശോധിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ.